എല്ലാവർക്കും അച്ചൂസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ഞാനിവിടെ ഈ കപ്പില് 2 കപ്പ് വയനാടൻ കൈമ റൈസ് വേവിച്ചെടുത്തതാണ്. ബസ്മതി റൈസ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം, കുഴപ്പമില്ല. ഇതിലെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 3 അല്ലി ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ തക്കോല. പിന്നെ ആവശ്യമുള്ളത് ഞാനിവിടെ ചതച്ചെടുത്തേക്കുന്നതാണ് 1 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 മുതൽ 15 വരെ ആകാം പച്ചമുളക് ചതച്ചത്. ഇത് 3ഉം കൂടെ ചേർത്ത് ഞാൻ ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് മല്ലിയില വേണം, പിന്നെ കുറച്ച് പുതിനയില ആവശ്യം. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ സൈസ് സവാള ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ഹാഫ് ആക്കി. പിന്നെ അതിലേക്ക് ഒരു ടൊമാറ്റോയുടെ പ്യൂരി, ടൊമാറ്റോ സോസ് ആയാലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. ഇനി ഇതിലേക്ക് നെയ്യും പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഞാനൊരു വലിയ പാൻ അടുപ്പിൽ വെച്ചു. ഈ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്നു. ഞാനൊരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ഒഴിച്ചത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച പട്ട, ലീഫ്, കോലം, ഏലക്ക, ഗ്രാമ്പു ഇത്രയും ചേർക്കുന്നു. ഇനി ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ ചതച്ചത് ചെറുതായിട്ടൊന്ന് നോക്കിക്കാം. മണം വരണുണ്ട്. ഈ ടൈമിൽ നമുക്ക് സവാള കൂടെ ചേർക്കാം. 4 വലിയ സവാളയാണിത്. പച്ചമുളകെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. പച്ചമുളക് കുറച്ചിട്ട് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിച്ചത്. ഞാനൊന്ന് ചെറുതായിട്ട് മൂടി വെക്കാം. ചെറുതായിട്ട് സവാള ഒന്ന് വഴണ്ട് വരട്ടെ. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ടൊമാറ്റോ പ്യൂരി ചേർക്കും. ഞാൻ ഇതിലേക്ക് ചിക്കന്റെ പീസസ് ആഡ് ചെയ്യും. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ്. സവാളയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പുതിനയില, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് മൂടി വെച്ച് ചിക്കന് വേവിക്കാം. ഇപ്പൊ ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മസാലയും കുറുകി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ചെറിയൊരു ഗ്രേവി വേണം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില, ഇനി ഇതിലേക്ക് എടുത്തു വെച്ച റൈസ് ചേർക്കാം.
ദമ്മൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് റെഡിയാക്കുന്നതാണ്. റൈസ് ചെറുതായിട്ട് മിക്സ് ചെയ്ത് പോവാം. റൈസ് നമ്മൾ നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ വേവിച്ച് തണുത്ത് വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല, നല്ലതായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ബാക്കിയുള്ളത് കൂടെ അതിൽ ചേർക്കാം. നമുക്ക് പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തയ്യാറാക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഒന്ന് ചതച്ച് നേരത്തെ വെച്ചിരുന്നാൽ നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.